കോട്ടയത്തോട്ട് പോയാലേ പാലായിലെ ഇന്നലെ കണ്ടതുപോലെയാ ബ്രസീലിന്റെ അവസ്ഥയാണ്. പാലായിലെ നഗരസഭയിലെ ഭരണസമിതിക്ക് എല്ലാം പോയി. കോട്ടയം പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയെ കൈവിട്ടിരിക്കുന്നു LDF. സ്വതന്ത്ര കൂട്ടായ്മയുമായി സഹകരിക്കില്ലെന്നും അവരുടെ പിന്തുണയോടെ ഭരണം പിടിക്കില്ലെന്നും കേരള കോൺഗ്രസ് കൗൺസിലർ ബിജു പാലുപടവൻ പറഞ്ഞു. ബിനു പുളിക്കക്കണ്ടവുമായും കുടുംബവുമായും കൗൺസിലർ സ്ഥാനം അവർ രാജിവെക്കണം എന്നാണ് ആവശ്യം. സ്വയം രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും ബിജു പാലുപടവൻ വ്യക്തമാക്കി. കോൺഗ്രസും പിന്തുണ പിൻവലിച്ചതോടെ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായി. ഞങ്ങൾ ഒരു കാരണവശാൽ സ്വതന്ത്ര കൂട്ടായ്മയായിട്ട് മുന്നോട്ട് ഈ ഭരണം പോവുകയല്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് വോട്ടർമാർക്ക് ഈ ഭരണം കിട്ടും. ഇപ്പം കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചുമ്മാ ഇരുന്നാൽ ഞങ്ങൾക്ക് ഈ ഭരണം കിട്ടും. പക്ഷെ ഞങ്ങൾ ഒരു കാരണവശാൽ അത് പിടിക്കുകയില്ല. അതിന് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ എത്തിക്സ് ഉണ്ട്. പിന്നെ ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ആ കാവ്യനീതി നടക്കട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ UDF നേതൃത്വത്തിൽ ഇവരുടെ ഇന്ന് മണ്ഡലം കമ്മിറ്റി എടുത്തു. അവർക്ക് അടുത്ത സ്ഥലമുണ്ട്. അവർ പറയട്ടെ. അവർ പറഞ്ഞു കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ രാജിവെക്കണമല്ലോ. രാജിവെച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും പാലാ മുനിസിപ്പാലിറ്റി അനാഥമാക്കാൻ. കാരണം മാണിസാറിൻ്റെ ഒരു മാണിസാറിൻ്റെ ഇതായിട്ട് ചെയ്തൊരു മേഖലയായത്. ഒരു കാരണവശാലും പാല അനാഥമാക്കാൻ ഞങ്ങൾ നിൽക്കുകയില്ല. അതിനുവേണ്ടി പാലായി നല്ലൊരു ഭരണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമങ്ങൾ നടത്തും. അതെൻ്റെ അർത്ഥം. ആ പാലാ മുനിസിപ്പാലിറ്റി അനാഥമാക്കിയല്ല. എൻ്റെ അർത്ഥം വെച്ചാൽ അനാഥമാക്കിയില്ല, ഞങ്ങൾ ഭരണത്തിൽ വരികയില്ല. അതാണ് ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അതേസമയം ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല തങ്ങൾ മത്സരിച്ചതെന്നും ഭാവി കാര്യങ്ങൾ സമാന മനസ്കരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ബിജു പുളിക്കക്കണ്ടവും പറഞ്ഞു. അഖിൽ കെയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ചുരുക്കത്തിൽ പാലായിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ്. സ്വതന്ത്ര കൂട്ടായ്മയെ ഇപ്പോൾ LDF കൂടി കൈവിട്ടു. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയുടെ വാക്കുകളിൽ ഇത് വ്യക്തമാണ്. ഇതൊരു സുവർണാവസരമായി തങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു എത്തിക്സിനെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. ചുരുക്കത്തിൽ ഭരണം താഴെ പോവും അല്ലേ? അങ്ങനെ തന്നെ വേണ്ടി ഒരു മനസ്സിലാക്കാൻ നമുക്കറിയാം. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയാണ്. അത്ര ആയുസ് ആ അധ്യക്ഷ സ്ഥാനത്തിനില്ല എന്ന് വേണം നമുക്ക് ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഒരു മനസ്സിലായി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ബിജു പുളിക്കക്കണ്ടമോ അല്ലെങ്കിൽ ബിനു പുളിക്കക്കണ്ടമോ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടമോ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ആകെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ബിജുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ്. അതിൽ ചില കാര്യങ്ങൾ, അതിലെ ഉള്ളടക്കങ്ങൾ വായിച്ചെടുത്ത് അതിൽ ചിലത് ഈ കേരള കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയ ആളുകൾക്ക് കാലം കാവിനി നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ആരോടും വൈരാഗ്യം വെച്ച് പുലർത്തി മുന്നോട്ട് പോകേണ്ടില്ല. സമാന മനസ്കർ എന്ന് പറയുമ്പോൾ ഇനി അവിടെ അവർ പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസും LDF മാത്രമാണ്. കാരണം കോൺഗ്രസ് അവിടെ തങ്ങൾക്ക് 6 പേരാണുള്ളത്, ഞങ്ങൾ പിന്തുണയില്ല എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് നേതൃത്വത്തോടെ കാര്യങ്ങൾ അറിയിക്കുകയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തന്നെ കൂടിയത് പ്രമേയം പാസാക്കിയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അവർ പ്രതീക്ഷ വെക്കുന്ന LDF-ൽ നിന്നും ആ ഒരു അഭിപ്രായമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അത്തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തങ്ങൾ കേരള സ്വതന്ത്ര കൂട്ടായ്മയായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. UDF ഇവർ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് UDF-ന് പതിയെ മനസ്സിലാവും. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് UDF-ന് മനസ്സിലായിരിക്കുന്നു. 6 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകില്ല. അത് നേരത്തെ തന്നെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയതാണ്. ആ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് പറയുന്നത്. കാരണം ഈ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ 12 പേരുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള LDF-ന് അവിടെ സ്വാഭാവികമായും ഭരണം കിട്ടുമെന്നുള്ളത് തന്നെയാണ്. അതിന് സ്വതന്ത്ര കൂട്ടായ്മയുടെ ആവശ്യമില്ല. അവർ കോൺഗ്രസ് വിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവിശ്വാസം കൊണ്ടുവരും. അതായത് നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ ബിജു പുളിക്കക്കണ്ടം ഒരു വാക്ക് പറഞ്ഞിരുന്നു. തനിക്കെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്നപ്പോൾ അത് 1-2 പേരുടെ മാത്രമാണ്. കൗൺസിലർമാരോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനോ അത്തരൊരു അഭിപ്രായമുണ്ടെങ്കിൽ താങ്കൾ രാജിവെക്കും, സ്വമേധയ രാജിവെക്കുമെന്നൊരു പ്രഖ്യാപനം ബിനു പുളിക്കക്കണ്ടം നടത്തിയിരുന്നു. അത്തരത്തിൽ സ്വമേധയ രാജിവെച്ച് പോകണം എന്നുള്ളതാണ് LDF മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അത്തരത്തിൽ തയ്യാറായില്ലെങ്കിൽ, അങ്ങനെ ആവശ്യമായി തയ്യാറായില്ലെങ്കിൽ തങ്ങൾ അവിശ്വാസം കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എന്തായാലും കൃത്യമായി ബിജു പാലുപടവൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഇനി ഒരു പ്രതികരണം വരേണ്ടത് ബിനു പുളിക്കക്കണ്ടത്തിന്റെയും കുടുംബത്തിന്റെയും സ്വന്തം കൂട്ടായ്മയുടേതുമാണ്. അവർ എന്ത് നിലപാട് സ്വീകരിക്കും, അതായത് അവർ രാജിവെക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ്. എന്തായാലും ബിജു പുളിക്കക്കണ്ടത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. തങ്ങൾക്ക് ഭരണം നഷ്ടമായാൽ യാതൊന്നുമില്ല, അല്ലെങ്കിൽ ഭരണം നഷ്ടമാവുന്നത് കൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ്. അതായത് ഭരണം നഷ്ടമാവുന്നത് അവർ തന്നെ അത് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഇനിയൊരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ബിനുവിന്റെ ഭാഗത്തും ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അഖിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലായിൽ പുളിക്കക്കണ്ടം കമ്പനി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ LDF-ഉം പിന്തുണയ്ക്കാനില്ല, അതോടുകൂടി ന്യൂനപക്ഷമാവും. അങ്ങനെ ചരിത്രം കുറിക്കാണ് ദിയ പുളിക്കക്കണ്ടവും സംഘവും. പക്ഷേ കുറച്ചു കാലത്തേക്ക് മാത്രമായി പോയി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലായിൽ ഭരണസമിതിയുടെ ഭരണം പുളിക്കക്കണ്ടം നഷ്ടപ്പെട്ടു.